സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളെന്തായാലും നമ്മുടെ പുതിയ എംബാപ്പേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ നമ്മുടെ ഫാൻസിന് വേണ്ടി 2 ഗോൾ അടിച്ചൊരു എംബാപ്പയാണ്. സോ നമുക്കെന്തായാലും കിട്ടിയിട്ടുണ്ട് എംബാപ്പേനെ. നമുക്കെന്തായാലും ഒരു മാച്ച് നമ്മൾ കളിപ്പിച്ച് നോക്കിയായിരുന്നു. അത് നമ്മൾ സാധാരണ ഇവൻ്റാണ് കളിപ്പിച്ച് നോക്കുക. നമുക്കെന്തായാലും ഡിവിഷൻ മാച്ച് ഒന്ന് കളിപ്പിച്ച് നോക്കാം ഗൈസ്. എന്താവും ഇതിൻ്റെ ലെവലൊന്ന് നോക്കാനുണ്ട്. സോ 27 വയസ്സുള്ള എംബാപ്പയാണ്. ഗോൾ പോച്ചർ കാർഡാണ്. അത്യാവശ്യം 101 റേറ്റിങ്ങും, അത്യാവശ്യം ഡ്രിബിളിങ്ങും ബോൾ കൺട്രോളും അറ്റാക്കിങ് അവയർനെസ്സും പിന്നെ ഫിനിഷിങ്ങും സ്പീഡും ആക്സലറേഷനും എല്ലാം ഉള്ളൊരു എംബാപ്പയാണ്. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. നമ്മൾ പെട്ടിരിക്കുന്ന നമ്മുടെ എംബാപ്പ പ്ലസ് നമ്മുടെ ഒബാമിയങ് ആണ്. ആ കോമ്പിനേഷൻ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിനു മുന്നേ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ AMF ഒന്ന് മാറ്റണം. നമ്മുടെ AMF ആയിട്ട് നമുക്ക് നല്ലൊരു ഹോൾ പ്ലെയറിനെ വേണം ഗൈസ്. സോ നമുക്ക് എന്തായാലും ബെല്ലിങ്ങാമിന് എന്തായാലും ഒന്ന് എടുത്തിടാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഡിവിഷനിൽ കളിച്ച് നോക്കാം ഗൈസ്. നമുക്ക് മാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പോണൻറ്റ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഒപ്പോണൻറ്റ് ഡിവിഷൻ 3 പ്ലെയറാണ്. എന്തായാലും നമുക്ക് ജേഴ്സിയും കാര്യങ്ങളൊന്നും മാറ്റൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ മതി. എന്തായാലും ഫോം ഒന്ന് നോക്കി വെക്കാം. സോ എന്തായാലും അത്യാവശ്യം ഒരു ഫോമാണ്. എന്തായാലും നമുക്ക് സാലിബേനെ നടക്കാം. സാലിബ ഫോമിലാണ് നിൽക്കുന്നത്. വേറെ ആരെയും ബാക്കി നമ്മുടെ ബാക്കൊക്കെ അത്യാവശ്യം നല്ല ഫോമിലാണ്. വേറെ ആരെയും ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എംബാപ്പയും ഫോമിലാണ്. അതിൽ ഓപ്പോണൻസ് സ്കോർ നോക്കി വെക്കാം. ഓപ്പോണൻറ്റ് എന്തായാലും 4-2-2 ആണ് ഇട്ടിരിക്കുന്നത്. ലോങ് ബോൾ കൗണ്ടറാണ്. ഇപ്പോഴാണ് എന്തായാലും മറ്റേ ഫ്രാൻസിൻ്റെ ബാക്ക് എടുത്തിട്ടുണ്ടോ നമ്മുടെ ദശാംസ്, നമ്മുടെ എംബാപ്പെ, ദിംബലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. എന്തായാലും ലെവലെന്ന് അറിഞ്ഞ് നോക്കാം. നമുക്ക് നമ്മുടെ എംബാപ്പിനെ വെച്ചിട്ടൊരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. സോ നമ്മുടെ ഓപ്പോണൻ്റ് എന്തായാലും വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. എന്താവും നോക്കി നോക്കാം. നമ്മുടെ എംബാപ്പയുടെ കളി വെക്കാനാണ് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, സോ എന്തായാലും ഫസ്റ്റ് ടച്ച് എന്തായാലും അവർക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ബെല്ലിങ്ങാം, ക്രൈഫിറ്റ് നേരെ എംബൂടെ നേരെ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒബാമിങ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൊടുപ്പാടാ. എന്തായാലും വാൻഡേക്ക് സീനാണല്ലോടാ. എന്താണ് എംബാപ്പെ കാണിക്കുന്നത്? ഇതിപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയ സാധനം കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെ സ്കില്ലിട്ടാലും എംബാപ്പെ ഇപ്പോൾ അതാണ് കാണിക്കുന്നത്. അത് കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷെ ഗോളടിക്കുന്നൊന്നുമില്ല. ഇതൊരു കോസ്റ്റേ ഉണ്ടോ? പിന്നെ അത് തന്നെയാണ് കാണിക്കുന്നത്. ഇതൊരു സ്കില്ലൊക്കെ അടിപൊളിയായിട്ടുണ്ട് സാധനം. നിലോപ്പോണിനൊരു കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബിഗ് ടൈം അല്ല, നമ്മുടെ MSNൽ മെസ്സിയാന്ന് തോന്നുന്നു. അത് വേൾഡ് കപ്പ് മെസ്സിയാണോ? എന്തായാലും പിടിച്ചിട്ട് എന്തായാലും കിട്ടുന്നില്ലായിരുന്നു സാധനം. നല്ല രീതിക്ക് ഓടുന്നുണ്ട് സാധനം. എംബാപ്പെ ഓഫ് സൈഡായിരുന്നടാ. നല്ലൊരു അടിച്ചു. പക്ഷെ അതാരാണ്? നമ്മൾ ഒലിവർ ഖാനാന്ന് തോന്നുന്നു. നമ്മൾ സേവ് ചെയ്തു. ബെല്ലിങ്ങാം എംബാപ്പെ എന്തായാലും അതിലേക്ക് ത്രൂ ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും പൊളിച്ച്. അത്യാവശ്യം പാസിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നി എംബാപ്പയ്ക്ക്. എംബാപ്പെ നല്ലൊരു ഫൗൾ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് പെനാൽറ്റി ആണോ? റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വാൻഡേക്കിന്. നല്ല രീതിക്ക് എംബാപ്പെ നല്ല അത്യാവശ്യം സ്പീഡും ഉണ്ട്, അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഓടിക്കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ത്രൂവും പാസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതെന്തായാലും അടിപൊളി കാർഡാണ്. സാധാരണ എംബാപ്പെ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഫ്രീ കിക്ക് എന്തായാലും നമ്മുടെ എംബാപ്പിനെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ച് നോക്കാം. പാളിപ്പാടാ, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി സാധനം. സോ എംബാപ്പെ
എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഹാഫ് 0-0 ആണ്. നമുക്ക് കുറേ ചാൻസ് കിട്ടി, പറ്റേ ഗോളാക്കാൻ പറ്റിയില്ല. എംബാപ്പയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടി, നമ്മുടെ ഡേവിസിനൊരു ചാൻസ് കിട്ടി, ഒബാമിങ്ങിനൊരു ചാൻസ് കിട്ടി. 3 ചാൻസ് എന്താ കിട്ടിയായിരുന്നു, പക്ഷെ നമുക്കൊന്നും കണ്ടിട്ട് ഗോളാക്കാൻ പറ്റിയില്ല ഗൈസ്. എന്തായാലും സെക്കൻഡ് ഹാഫ് എങ്ങനെയും കൊണ്ട് എംബാപ്പിന് ഗോൾ കൊണ്ട് അടുപ്പിക്കണം. എന്തായാലും മാക്സിമം നോക്കാം അടുപ്പിക്കാൻ. സോ ഒബാമി നേരെ എഡ്മിൽസൺ ടു നേരെ ഈഷ്. എന്തായാലും നമ്മുടെ ഡേവീസ് ടു നേരെ നമ്മുടെ എംബു. ഓ എവിടോ എംബാപ്പയ്ക്ക് 2-3 ചാൻസ് കിട്ടുന്നുണ്ടോ, പക്ഷേ കറക്റ്റ് ഗോളാകുന്നില്ല. ഗോളി സീനാണ്. ഗോൾ ഒരു ഇതിനും പറഞ്ഞ് വിട്ടു കൊടുക്കുന്നില്ല സാധനം. ഡേവീസ് എംബാപ്പ അറ്റ് ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചടാ. ഓഹോ എംബുമോൻ. എന്തായാലും എംബാപ്പ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. നല്ല സീന് ഗോൾ തന്നെ പറയാൻ പറ്റും. നമുക്ക് കുറേ നേരത്തെ എംബാപ്പ അടിക്കാൻ നോക്കുന്നുണ്ടാ, പക്ഷേ അങ്ങോട്ട് എന്തൊക്കെയോ ഇത് കയറുന്ന കയറുന്നില്ല സാധനം അങ്ങോട്ട്. എംബാപ്പ സ്പീഡൊക്കെ ഏകദേശം ഉണ്ടാ, പക്ഷെ എന്നാലും നമ്മൾ സാധാരണ മറ്റേ ഫ്രാൻസ് എംബാപ്പ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ എംബാപ്പയുടെ അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ പിന്നെ അതിന് അത്യാവശ്യം നല്ല സ്പീഡ് കൂട്ടിക്കൊടുത്ത കാരണം എനിക്ക് ഇതൊരു കുറവായിട്ട് തോന്നുന്നുണ്ട് സ്പീഡ്. സോ എന്തായാലും നമുക്ക് എംബാപ്പയാണ് മാൻ ഓഫ് ദി മാച്ച് തോന്നുന്നില്ല. എംബാപ്പ ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. എംബാപ്പ നല്ല രീതിക്ക് കളിക്കുന്നുണ്ടോ കേട്ടോ. സാനി എംബാപ്പ ഒരു അടിപൊളിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ത്രൂ പാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഇടയ്ക്ക് ഓടി കയറുന്നുണ്ട്. ഫിനിഷിങ് ചെറുതായിട്ടൊരു കുറവുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അത്രയ്ക്ക് ഇത് അടിക്കുന്നില്ല. പക്ഷേ 2-3 ചാൻസ് എംബാപ്പയ്ക്ക് കിട്ടി, പക്ഷേ എംബാപ്പയ്ക്ക് അത്ര അടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് നല്ല പ്ലെയർ റേറ്റിംഗ് നോക്കി വെക്കാം. സോ അപ്പോണ്ട് ഗോളി നമ്മുടെ വാൻ ബിസാക്ക, പിന്നെ നമ്മുടെ ജെറാഡ് നല്ല രീതിക്ക് കളിച്ചു കേട്ടോ. ജെറാഡ് നല്ല രീതിക്ക് DMF കളിക്കുന്ന കളിച്ചിട്ടുണ്ട് സാധനം. സോ എന്തായാലും നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് കിടക്കുന്നത് നമ്മുടെ എംബാപ്പ തന്നെയാണ് ഗൈസ്. 7.5. ക്രൈഫ് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു. ഒബാമിയും കളിക്കുന്നുണ്ടോ, പക്ഷേ ഒബാമിങ്ങിന് അങ്ങനെ ചാൻസ് കിട്ടിയില്ല അങ്ങനെ ഓടിക്കയറാനായിട്ട്. നമുക്കെന്തായാലും ഒരു മാച്ചിൽ കളിച്ചു വെക്കാം. നമുക്കെന്തായാലും എംബാപ്പ ഇട്ടിട്ട് ഒരു മാച്ച് കളിച്ചു പോയില്ല. നമുക്കെന്തായാലും വിന്നിട്ട് അത് നമ്മുടെ എംബാപ്പേനെ ഗോളടിക്കുകയും ചെയ്തു. നമുക്കെന്തായാലും അടുത്തൊരു മാച്ചിൽ കളിച്ചു നോക്കാം എംബാപ്പേനെ ഇട്ടിട്ട്. ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. ഓപ്പോണൻ്റ് ഏകദേശം ഡിവിഷൻ 2 പ്ലെയർ തന്നെയാണ്. നമുക്കെന്തായാലും കളിച്ചു നോക്കടാ, എന്താ ലെവലെന്ന് നോക്കി നോക്കാം. സോ നമുക്കെന്തായാലും എല്ലാവരുടെ ഫോം ഒന്ന് നോക്കി നോക്കാം. സോ ഫോം എല്ലാവരും അത്യാവശ്യം ബെക്കംബർ വരട്ടെ, വേറെ ആരും മാറ്റേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം ഫോമാണ്. ഓപ്പോണൻ്റ് സ്ക്വാഡിൽ നമുക്കെന്തായാലും നമ്മുടെ ഒപ്പോണൻ്റ് എന്തായാലും അത്യാവശ്യം നല്ല സ്കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീസ്മാൻ കിടക്കുന്നുണ്ട്, നമ്മുടെ പഴയ 105 റേറ്റഡ് ഗ്രീസ്മാൻ കിടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡിംബല കിടക്കുന്നുണ്ട്, ഡോക്കു, പിന്നെ നമ്മുടെ അത്യാവശ്യം എല്ലാ നല്ല പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. യമാലിനെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും മച്ചാൻ. നമുക്ക് മച്ചാൻ എന്തായാലും ഫിറ്റാവുന്നതാണ്. നമ്മൾ ലോങ് ബോളിലാണ് എന്തായാലും നമുക്കൊന്ന് കളിച്ച് നോക്കാം. നമുക്ക് എംബാപ്പേനെ ഒന്ന് പിടിച്ച് റൈറ്റ് സൈഡിൽ ഒന്നിട്ട് കളിപ്പിച്ച് നോക്കടാ. ലെഫ്റ്റ് സൈഡ് കളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഓടി കയറുന്നില്ല. സൈഡിൽ നിന്ന് മാറ്റി ചിലപ്പോൾ നമ്മുടെ ഇത് കറക്റ്റാവും. കാരണം ലെഫ്റ്റ് സൈഡിലിടുമ്പോൾ നമ്മുടെ എംബാപ്പ ഓടുന്നില്ല, നമ്മുടെ ഒബാമിയങ് ഓടുന്നില്ല. സോ നമുക്കെന്തായാലും നമുക്ക് CF അങ്ങോട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. എംബാപ്പെ ടു നേരെ നമ്മുടെ എഡ്മിൽസൺ ടു നേരെ നമ്മുടെ വാൻഡേക്ക് ടു നേരെ നമ്മുടെ ബെല്ലിങ്ങാം ടു നേരെ നമ്മുടെ ബെല്ലിങ്ങാം അടിച്ചടാ, പക്ഷെ പവർ ഇല്ലായിരുന്നു സാധനം. ഞാൻ വിചാരിച്ചില്ല ബെല്ലിങ്ങാം ഓടി കയറുന്നു, ഞാൻ വിചാരിച്ചില്ല. എംബാപ്പെ, യെസ്
എംബാപ്പെ ഓൺ ഫോം ഗൈസ്. എംബാപ്പെ എന്തെങ്കിലും ഫസ്റ്റ് തന്നെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എംബാപ്പെ നല്ല സീനാണ് കേട്ടോ. ഐ മീൻ അത്യാവശ്യം നല്ല രീതിക്ക് ത്രൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അതാണ് ഇപ്പോൾ വേണ്ടത് നമുക്ക്. നമ്മുടെ CF ഒരുത്തി നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ അത്യാവശ്യം നല്ല ത്രൂ ഇട്ട് കൊടുത്താൽ സെറ്റാണ് 2 CF. സോ നമ്മുടെ ഒബാമിയങ് നേരെ എംബാപ്പെ വെച്ചിട്ടുണ്ട്. എംബാപ്പെ എടുത്തില്ല. സോ നമ്മുടെ വാൻ ഡൈക്ക് എടുത്തിട്ടുണ്ട്. വാൻ ഡൈക്ക് നേരെ നമ്മുടെ ക്രൈഫ് ടു ഒബാമി. യമാലിൻ്റെ സ്കില്ല് കാണിച്ച് യമാൽ പോകുന്നുണ്ട്. എന്തായാലും എംബാപ്പെ ഒരു നേരെ നല്ലൊരു ത്രൂ ഇട്ട് കൊടുക്കാം. യെസ്, ഒബാമിങ്ങിന് നല്ലൊരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എംബാപ്പെ ഒന്നും പറയാനില്ല. ഒരു ഗോൾ പ്ലസ് ഒരു അസിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എംബാപ്പെ. സോ എംബാപ്പെ സീനാണ് കേട്ടോ ഗൈസ്. മാച്ച് തുടങ്ങിയത് എംബാപ്പയുടെ അവിടെ നിന്നാണ് പാസിട്ട് തുടങ്ങിയത്. പക്ഷേ കറക്റ്റ് വരാൻ പറ്റിയില്ലടാ. ഇന്നലെ ഒപ്പോണൻ്റ് ഒന്ന് പോസ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ എംബാപ്പെ കളിച്ച അതേ പെർഫോമൻസിന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രാൻസ് വേണ്ടി ഇന്നലെ കളിച്ച് എംബാപ്പെ നമുക്ക് 2 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. അതേ പെർഫോമൻസിനാണ് ഇപ്പോഴും നമുക്ക് ഈ എംബാപ്പെ തരുന്നത്. അത്യാവശ്യം രീതിക്ക് പാസിങ്ങും ത്രൂവും ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് സാധനം. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു പാളലുണ്ട് എന്തായാലും ഫിനിഷിങ്ങിന്. അത് നമുക്ക് സെറ്റാക്കാം എന്തായാലും. നമ്മൾ ഒപ്പോണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒപ്പോണ്ടെന്ന് വരട്ടെ. യെസ്, സോ നമ്മൾ ഒപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും 2-0 ആണ്. നമുക്ക് എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല സാധനം. സോ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. സോ 2-0 തന്നെയാണ്. നമ്മളെന്തായാലും 5 ഷോട്ട് എടുത്തതിൽ 3 സേവാണ്. നമ്മൾ എംബാപ്പയ്ക്ക് 2-3 ചാൻസ് കിട്ടിയടാ. പക്ഷേ കറക്റ്റ് കൊണ്ട് ഫിനിഷാക്കാൻ പറ്റുന്നില്ല എംബാപ്പയ്ക്ക്. ഫിനിഷിങ്ങിൽ ചെറുതായിട്ടൊരു കുറവുണ്ടാ, വേറെ സീനൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ ത്രൂ പാസും നമ്മുടെ ലോഫ്റ്റഡ് പാസ്സൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും എംബാപ്പെ. അതുകൊണ്ട് നമ്മുടെ ക്രൈഫിന് നമ്മുടെ ഈ ഒബാമിങ്ങിന് അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് എംബാപ്പെ ത്രൂ പാസ് കൊടുക്കുന്ന അവർ ജസ്റ്റ് ഒന്ന് ഓടിക്കയറുന്ന ഫിനിഷ് ആക്കിയാൽ മാത്രം മതി. ബാക്കി നമ്മളെ ത്രൂ പാസ് കൊടുക്കുന്നത് നമ്മുടെ എംബാപ്പെ നോക്കിക്കോളും. സോ നമ്മുടെ എംബാപ്പെ അല്ല, നേരെ നമ്മുടെ ക്രൈഫ്. യെസ്, ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ക്രൈഫ് എന്തായാലും നല്ല രീതിക്ക് പെസ്സസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോർമേഷൻ ഒന്നും പറയാനുള്ള ക്രൈഫ് നല്ല രീതിക്ക് എസ്സസ് കളിക്കുന്നുണ്ട്. ഡീപ്പ് ലൈനിൻ്റെ കറക്റ്റ് സാധനം കിട്ടുന്നുണ്ട് ഇവിടെ എനിക്ക്. എന്തായാലും നമ്മുടെ എംബാപ്പിനെ കൊണ്ട് തന്നെ അടുപ്പിച്ച് വെക്കാൻ കഴിച്ചത്. ഓ, നേരിട്ട് നമുക്ക് റൈറ്റിനെ അടുപ്പിച്ച് വെക്കാം. ഓക്കേ, സോ എംബാപ്പെ എന്തായാലും അടിച്ചിട്ടുണ്ട്. അപ്പം 3-0 ആയിട്ടുണ്ട് ഗൈസ്. എംബാപ്പയുടെ വക 2 ഗോളും 1 അസിസ്റ്റും ഒരു ഹാട്രിക് അടിപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം എംബാപ്പേനെ കൊണ്ട് ഗൈസ്. വെറുതെ എഡ്മിൽസിനല്ലോടാ. ബെല്ലിങ്ങാം വന്നപ്പോഴത്തേക്ക് ബെല്ലിങ്ങാം ഒരു ഓടുന്ന കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഗോൾട്ട് എടുപ്പിന് കൊണ്ടാണ് അടുപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും 3-0 ലീഡുണ്ട്. ഓ, പെനാൽറ്റി ആണോ അത്? ഓ, ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനെയാടാ, ചെറുതായിട്ടൊന്ന് ഫൗള് പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് അപ്പോൾ പെനാൽറ്റി കിട്ടൂടാ. പണ്ടത്തെ പോലെ നല്ല, പണ്ടത്തെ നല്ല രീതിക്ക് ടാക്കിൾ ചെയ്താൽ മാത്രം പെനാൽറ്റി കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ നല്ലടാ. ഓ, നേരെ സെൻട്രിക്ക് തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട്.
എന്തായാലും ഇപ്പോൾ 3-1 ആയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് എന്തായാലും വേറെ ആരും മാറ്റേണ്ട ആവശ്യമില്ല. എന്തായാലും അത്യാവശ്യം നല്ല സ്റ്റാമിനയൊക്കെ ഉണ്ട്. ക്രൈഫിന് കളിക്കട്ടെ. ഏകദേശം 70 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്തായാലും ക്രൈഫിന് കളിക്കട്ടെ. സോ എന്തായാലും എംബാപ്പെ ടു നേരെ എഡ്മിൽസൺ ടു വാൻഡേക്ക് ടു കുണ്ടേ ടു നേരെ നമ്മുടെ എംബാപ്പെ. എംബാപ്പെ അടിച്ചടാ, പക്ഷെ അതും കയറിയില്ല. അയ്യോ, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എംബാപ്പനെ കൊണ്ടൊരു ഹാട്രിക് അടുപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ്. കിട്ടിയില്ലടാ. എംബാപ്പെ ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചടാ. ഇല്ലെങ്കിൽ കറക്റ്റ് ഓടിയെങ്കിൽ ഇപ്പോൾ സാധനം കിട്ടിയാണ്. പക്ഷേ ചെറുതായിട്ട് ലാഗ് അടിപ്പിച്ചോടെ എംബാപ്പെ. ലാസ്റ്റ് മിനിറ്റ് എംബാപ്പെ ഒരു ഹാട്രിക് അടിക്കാൻ പറ്റുമോ? ഓപ്പോണൻ്റ് എന്തായാലും അടിപൊളി ഗോളായിരുന്നു ഗൈസ്. അത്യാവശ്യം എന്ന് പറയാൻ നല്ല രീതിക്കുള്ള ബുൾസ് എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗോൾ തന്നെയായിരുന്നു. ആരടിച്ചത് നമുക്ക് നോക്കി വെക്കാം. സോ എന്തായാലും ജയിച്ചിട്ടുണ്ട് നമ്മൾ 3-2. എന്തായാലും എംബാപ്പയെ കൊണ്ട് ഹാട്രിക് അടിപ്പിക്കാൻ പറ്റിയില്ല ഗൈസ്. എന്തായാലും 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു എംബാപ്പെ. പിന്നെ ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 മാച്ച് കളിപ്പിച്ചു. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഫസ്റ്റത്തെ മാച്ചിൽ ഒരു ഗോളും അടിച്ചു. രണ്ടാമത്തെ മാച്ചിൽ നമുക്കൊരു 2 ഗോളും ഒരു അസിസ്റ്റ് നമ്മുടെ എംബാപ്പെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 7.5 റേറ്റിംഗ് അതിന്. നമുക്കൊരു അടിപൊളി കാർഡ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള പാസിംഗ് ഒക്കെ എന്തായാലും ഉണ്ട്. നമ്മുടെ ഒബാമിയങ്ങായിട്ട് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ഒബാമിയങ്ങായിട്ട് നമ്മുടെ ക്രൈഫൊക്കെ ആയിട്ട്. അതാണ് നമുക്ക് വേണ്ടിയത്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട്. സോ നമുക്കെന്നാൽ വീഡിയോ ഒന്ന് എൻഡ് ആക്കാൻ നോക്കാം. അപ്പോൾ ഓക്കെ. സോ എന്തായാലും മാക്സിമം നമ്മുടെ ചാനലാണെന്നവർക്കൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, നമ്മൾ പുതിയ ചാനലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് മാക്സിമം വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തേക്ക് എൻഡ് ആക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.